അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ സൈക്കിള് ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. അപ്പത്തേക്കും രാവിലെ ഒരു കടയൊക്കെ തുറന്നിട്ടാ. ഈ കാണുന്നതാണ് അവരുടെ വീട്. അതിന്റെ അടിയിലാണ് നമ്മൾ ടെന്റൊക്കെ അടിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് ചായയും പിന്നെ അതുപോലെ ബണ്ണൊക്കെ കൊണ്ടുവന്നിട്ടാ. അത് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഷാൾ എനിക്ക് ഇട്ട് തന്നിട്ടാ. ഇങ്ങനെയാണ് ഇവർ അതിഥികളെ സ്വീകരിക്കണേട്ടാ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇനി ഏകദേശം ഗുവാഹട്ടിയിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ടത്. ഒരു വണ്ടി റോഡ് സൈഡിൽ നിന്ന് പുകഞ്ഞോണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇത് പൊട്ടിത്തെറിക്കുമെന്നാണ്. സൈഡിലാണെങ്കിൽ അതിന്റെ ഡ്രൈവറും പിന്നെ അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. നമ്മളത് കണ്ടു കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ടോ. അപ്പോഴത്തേക്കും ഒരു കട കിട്ടി. അവിടെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാ. പൂരിയും പിന്നെ അതുപോലെ തന്നെ ഒരു സബ്ജി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോഴാണ് ഈ ഒരു സ്ഥലം കിട്ടിയിട്ട്. ഇവിടെ നല്ല തണലുണ്ട്. അതുപോലെ അതിന്റെ അടുത്തൊരു കടയുണ്ട് കേട്ടോ. അവർ പണിത് വെച്ച ശിലകളാണ്. ഡൈനോസറിന്റെയും പിന്നെ മയിലിന്റെയും അതുപോലെ ജിറാഫ് അങ്ങനെ ഒരുപാട് ശിലകളുണ്ട് കേട്ടോ. നല്ലൊരു കയറ്റമാണ് മക്കളെ. നമ്മൾ കയറി തന്നെ കേട്ടോ. നല്ല വെയിലുണ്ട്. കാലാവസ്ഥ ഭയങ്കര മോശം കേട്ടോ. അങ്ങനെ നമ്മൾ ഗുവാഹട്ടി എത്തിയപ്പോഴും എവിടെയും നമുക്ക് കയറിയിരിക്കാൻ സ്ഥലം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അവസാനം ഈ ഒരു മരത്തണൽ കിട്ടിയേട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡെക്കാത്തലോണിലേക്കാണ്. അവിടെ ഒരു ബാഗ് എടുക്കാണ്ടായിട്ട്. ഈ കാണുന്ന ഡബിൾ സൈഡ് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നാളെ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ അവിടെ ഒരു മലയാളിനെ കണ്ടുപിടിയേട്ടാ. അത് കഴിഞ്ഞ് വേറൊരു ഹിച്ചേക്കർ ഉണ്ടായിരുന്നു. ആൾ പൂനെന്ന് വന്നേട്ടാ. അങ്ങനെ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ ലേറ്റായി അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. കാരണം ബാഗ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ബ്രോനെ കണ്ടുപിടിയേട്ടാ. ഞങ്ങൾ ഏകദേശം ഒരു 8 മാസം മുമ്പ് പരിചയപ്പെട്ടാണ്. ഞങ്ങൾ ഏകദേശം ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടേണ്ട. ആളുടെ പേര് ഹേമന്ത് എന്നാണ്. അങ്ങനെ നമ്മൾ ഇന്ന് താമസിക്കുന്ന പുള്ളീൻ്റെ വീട്ടിലാണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഈ കാണുന്നതാണ് ആസാമീസ് താലിയും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ മട്ടനൊക്കെ ഓർഡർ ചെയ്തിട്ടാ. അടിപൊളിയാണ്ടാ.